മേയർ ഇപ്പോൾ 6 മാസമായി ഈ ഭരണത്തിൽ കയറിയിട്ട്. ഇന്നിപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഇന്നൊരു വിഷയം നടന്നതുകൊണ്ട് എന്താണെന്നുള്ളതും കൂടെ നമുക്കത് ആദ്യം തന്നെ പറയേണ്ടി വരുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതായത് BJPയുടെ ഒരു കൗൺസിലർ, അദ്ദേഹത്തിനെതിരെ കുറച്ച് സമരത്തിൻ്റെയും വ്യക്തിപരമായൊക്കെ കുറച്ച് കേസുകളുണ്ട്. അപ്പം നമുക്കൊക്കെ എതിരെ എല്ലാം ഒരുപാട് കേസുകളുണ്ട്. അതുപോലെ കുറച്ച് ക്രിമിനൽ കേസുകളുണ്ട്. ആ കേസ് CPM ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത കേസാണ് ഏറെക്കുറെ എല്ലാം. ആ കേസിൽ ഒരു അറസ്റ്റ് ഉണ്ടായി. അപ്പോൾ 1-2 പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഉള്ളൊരു വിരോധം കൊണ്ട് ആ കേസിൽ അദ്ദേഹത്തെ ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള വകുപ്പ് ചുമത്തി ആണ് ജയിലിലടച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന് ബോർഡിൻ്റെ അടുത്തും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലും ചെല്ലുമ്പോഴേക്കും അതിന് ഒരുപാട് സാധ്യതകളുണ്ട് ആ കേസിൽ. അപ്പോൾ അങ്ങനെ ഒരു കേസിൽപ്പെട്ട് ഒരാൾ ജയിലിലായ ഉടൻ തന്നെ അയാളെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM ഒരു സമരം തുടങ്ങിയിരിക്കുകയാണ്. അത് അവരുടെ നിലപാട്, രാഷ്ട്രീയ നിലപാടാണ്. ആ സമരത്തിനൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. അവർക്ക് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സമരവും ജനാധിപത്യ രീതിയിൽ അവർക്ക് ചെയ്യാം. പക്ഷേ ഇന്ന് രാവിലെ ഒരു 9:30 മണി മുതൽ അവരുടെ കൗൺസിലർമാരെല്ലാവരും കൂടെ വന്ന് കോർപ്പറേഷൻ മേയറുടെ റൂമുള്ള ആ ഫ്ലോറിൽ വന്നിട്ട് സമരം നടത്തി. ആ സമരത്തിന് ഞങ്ങളെതിരല്ല, അവർ സമരം ചെയ്തോട്ടെ. പക്ഷേ അവർ വന്ന് കസേരയൊക്കെ എടുത്തിട്ട് മേയറുടെ ഓഫീസിലേക്ക് കയറുന്ന ആ വാതിലങ്ങ് അടച്ചു. ആ വാതിലടച്ചിട്ട് അവിടെ ഇരുന്നങ്ങ് സമരം ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പരമാവധി ജനങ്ങളെ കാണുകയാണ്. നേരിട്ട് മേയറെ കാണാൻ വേണ്ടി ആരാഗ്രഹിച്ചു വന്നാലും കാണണമെന്നുള്ള എൻ്റെ പോളിസി. ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്ത് എപ്പോഴായാലും കാണാം. കൗൺസിലർമാർ നിരവധി പേർ വരാറുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും വരാറുണ്ട്. മിക്കവാറും ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന സന്ദർശനം രാത്രി 8 മണി 9 മണി വരെയൊക്കെ നീളാറുണ്ട്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി 3 മണിക്കാണ് കാണാൻ പറ്റുന്നതെങ്കിലും, അതായത് ഞാൻ ഓഫീസിലുണ്ടെങ്കിൽ എപ്പോഴും കാണാം. 3 മണിക്ക് കാണാനുള്ള ആൾക്കാർ ചിലപ്പോൾ നേരത്തെ വരും. അപ്പോൾ രാവിലെ മുതൽ അവിടെ മുദ്രാവാക്യം ബഹളമൊക്കെ ആയപ്പോഴേക്കും ഈ മേയറുടെ റൂമൊക്കെ ഉപരോധിക്കുന്നുണ്ടപ്പോഴും ആൾക്കാർ പലരും പുറത്തിറങ്ങിപ്പോയി. പലരും എന്നെ വിളിച്ചു, ഇവിടെ സംഘർഷമാണെന്നൊക്കെ. അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ എവിടെന്നെങ്കിലും ഒരു അപേക്ഷയും കൊണ്ടാണ് വരുന്നത്. അവർ ഒരു ദിവസം ലീവ് എടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചോ, കാലും കൈയും സുഖമില്ലാത്ത ചെറിയ പെൻഷനൊക്കെ വേണ്ടിയാണ് വരുന്നത്. ചിലർ പെൻഷൻ, ചിലർ വീടിൻ്റെ TC. ഇതൊക്കെ CPM ഭരിച്ചിരുന്നപ്പോഴേക്കും എല്ലാം തന്നെ ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളാണ്. കുറേയൊക്കെ തന്നെ നിയമപരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവരൊക്കെയാണ് വരുന്നത്. പലരും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ 1-2 ഫംഗ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു 12 മണി അടുപ്പിച്ച് അവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ താഴെ കാത്തിരിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ഞാൻ വരുമ്പോൾ താഴേക്കുന്നവർക്ക് എന്നോടൊപ്പം കയറി വരും. കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൗൺസിലേഴ്സ് ഉണ്ട്, അവർക്ക് പലരും പേപ്പർ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ എന്നോടൊപ്പം വന്നപ്പോഴേക്കും അവിടെ CPMൻ്റെ കൗൺസിലർമാർ അവർ സമരം നടത്തും, ഞാനെതിരില്ല. പക്ഷേ എന്നെപ്പോലും എൻ്റെ മുറിയുടെ മുമ്പിൽ പോലും കസേര എടുത്തിട്ടിട്ട് അവരങ്ങ് ഉപയോഗിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അവിടെ കടക്കാൻ ഞാൻ ആ റൂമിലോട്ട് കയറി. ഞാൻ ഒരു റൂമിൽ മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളോടൊപ്പം വന്ന കൗൺസിലറും ഒക്കെ ആയിട്ട് ഒരു ഉന്തും തള്ളും ബക്കറ്റൊക്കെ ഉണ്ട്, മീഡിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തടഞ്ഞ് ഞങ്ങൾ വരുന്ന ജനങ്ങളുടെ കാര്യം ചെയ്യാനാണല്ലോ. അവരുടെ ഉൾപ്പെടെ കൗൺസിലർമാർ വരികയാണ്, അതൊക്കെ ചെയ്തു കൊടുക്കാനല്ല. അതിനെ തടഞ്ഞുകൊണ്ട് ഭീകരാന്തരീക്ഷം സാധാരണക്കാരൻ സമീപിക്കുന്ന സ്ഥാപനമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ. ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം LDFൻ്റെ ഭരണം കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നുപോയി. അവരെയൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് അവരുടേതാക്കി മാറ്റുവാനുള്ളൊരു പരിശ്രമം ഞങ്ങൾ നടത്തുമ്പോൾ അതിനെ അവിടെ ഒന്ന് അക്രമം കാണിച്ചുകൊണ്ട് തടയിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കീഴടങ്ങാൻ BJP പ്രവർത്തകരെ ഞങ്ങളെ കിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് എന്നെ റൂമിന് പുറത്തിരിക്കാനല്ല, അതിനകത്തിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളകത്ത് കയറി. ഇവിടുത്തെ പ്രശ്നം ഇതൊന്നുമല്ല. പ്രശ്നം കഴിഞ്ഞ ഒരു 6 മാസം, ഇന്ന് 6 മാസം തികയുകയാണ്. 6 മാസമായി BJP കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തപ്പോഴേക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഏറ്റവും ആശ്വാസകരമായ കാര്യം തെരുവുനായ ശല്യം പരിഹരിക്കുന്നതാണ്. ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് 2ാം ഘട്ടം ആരംഭിച്ചല്ലോ. എവിടെ നിന്ന് തെരുവുനായി അവിടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ പിടിക്കുകയാണ്. പിടിച്ചിട്ട് അതിനെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ ശാസ്ത്രീയമായി നിർമ്മിച്ച ഷെൽട്ടറിലേക്ക് മാറ്റിയാണ്. ഒരു 3000-4000 നായ്ക്കളെ ഇടാനുള്ള ഷെൽട്ടർ പണി കഴിഞ്ഞു. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നു. LDFൻ്റെ പ്രവർത്തകരുടെ കൗൺസിലർമാരുടെ വാർഡിൽ നിന്നുൾപ്പെടെ ഞങ്ങൾ തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ടും ആ പ്രശ്നം പരിഹരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പരിഹാരം കണ്ടെത്തുന്നു. പരിഹാരം കണ്ടെത്തുമ്പോഴേക്കും ഇവർക്ക് അസ്വസ്ഥത കൂടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നോടൊപ്പം വന്നവരെല്ലാം തന്നെ എൻ്റെ കൗൺസിലർമാരാണ്. അവർ പലരും അവിടെ പല ആവശ്യത്തിന് രാവിലെ 10 മണി 8 മണി 9 മണി ഇവിടെ നിൽക്കുന്ന കൗൺസിലർമാർ ഞാൻ ചെന്നപ്പോഴേക്കും എന്നോടൊപ്പം വന്നു. ജനങ്ങൾ തിരഞ്ഞെടുപ്പിട്ട് എൻ്റെ കൗൺസിലർമാർ, എനിക്ക് തോന്നുന്നു 1-2 UDF കൗൺസിലർമാരുണ്ടായിരുന്നു. അവർ വരുമ്പോഴേക്കും എനിക്ക് വരണ്ട എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. പിന്നെ വേറൊന്ന്, എൻ്റെ മേയറുടെ റൂമിലേക്ക് കടക്കുന്ന
ആ വാതിലിൻ്റെ മുൻപിൽ 3-4 കസേര എടുത്തിട്ട് അവിടെ കയറിയിരുന്ന ആരാണ്? അത് രാവിലെ 1 മണിക്കൂറോ ഒരു മണിക്കൂറോ അരമണിക്കൂറോ അല്ല, രാവിലെ 9-9:30 മണി മുതൽ 12 മണി വരെ അവിടെ വരുന്ന ആരെയും കടത്തി വിടാതെ എൻ്റെ റൂം ഉപയോഗിച്ച് അവർക്ക് ആ കസേര മാറ്റി 2 സൈഡിൽ ഇട്ടിരുന്നോട്ടെ, മുദ്രാവാക്യം വിളിച്ചോട്ടെ, പ്രതിഷേധിച്ചോട്ടെ, പ്രതികരിച്ചോട്ടെ. പക്ഷേ ആ മിനിമം ഒരു വ്യക്തിക്ക് കയറാൻ കണക്കിനെങ്കിലും അവിടെ തുറന്നിടണ്ടേ? അതുപോലും ചെയ്യാതെ CPM-ൻ്റെ ഒരു പഴയ ശൈലിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷനെ കിട്ടില്ല. ജനാധിപത്യ പരമായി നിങ്ങൾ സമരം ചെയ്തോളൂ, അല്ലാതെ ഈ അക്രമ രാഷ്ട്രീയം, ബലപ്രയോഗം, ഗുണ്ടായിസം ഒന്നും നടക്കില്ല.